യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, യുദ്ധത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഒരു കാലത്തും. പക്ഷെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ചോദ്യം ചെയ്യാൻ കൃത്യമായ മറുപടി ഉണ്ടാകും. അതാണ് സിന്ദൂരത്തിൽ തൊട്ട് തൊടുത്ത മറുപടി. നമ്മൾ ഈ വിഷയമാണ് ഈ ദിവസം മുഴുവനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. റിട്ടയർഡ് കേണൽ രാജീവ് മണ്ണാലി, ഒപ്പം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എന്നിവരാണ് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം റിട്ടയർഡ് കേണൽ രാജീവ് മണ്ണാലിയിലേക്കാണ്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലൂടെ രാജ്യം കടന്നുപോയി. അത് നമ്മൾ ഈ ദിനം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ രാജ്യം തെളിവ് സഹിതം നൽകിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാൻ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ത്യ എത്രത്തോളം ശക്തമാണ്? ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം എടുക്കാം. പാകിസ്ഥാൻ ഒരു തിരിച്ചടി, ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറാകുമോ ഇല്ലയോ എന്ന കാര്യം തന്നെ നമുക്ക് പരിശോധിക്കാം. ഒരു പ്രത്യാക്രമണത്തിന് മുതിരാൻ തക്ക യാതൊരു സാഹചര്യവും പാകിസ്ഥാൻ്റെ മുന്നിലില്ല. ഒന്ന്, ഇന്ത്യ LOC ക്രോസ് ചെയ്തിട്ടില്ല, അതായത് പാകിസ്ഥാൻ്റെ മണ്ണിൽ പ്രവേശിച്ചിട്ടില്ല. പാകിസ്ഥാൻ്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ടെറർ ഹെഡ്ക്വാർട്ടേഴ്സ്, ടെറർ ക്യാമ്പ്സ്, അതാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്, അതാണ് നശിപ്പിച്ചിട്ടുള്ളത്. കൊളാറ്ററൽ ഡാമേജസ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രത്യാക്രമിക്കുക? അതും കൂടാതെ കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പ് UN സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ സ്വയം ഒരു ഭീകരാക്രമണത്തിൻ്റെ ഇരയാണ്, അവർ ഇരകളാണ്, അവർ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള മട്ടിലൊരു സംഭാഷണം അവിടെ ഉണ്ടായിരുന്നു. കൃത്യം 2 ദിവസത്തിന് ശേഷം അവിടെ അവരുടെ മണ്ണിൽ ഭീകരരുടെ ക്യാമ്പുകളും ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെ നിർണായകമായ രീതിയിൽ ഇന്ത്യ നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ സംഗതികളെല്ലാം അവാസ്തവമാണെന്ന് തെളിയുകയാണ്. പിന്നെ എന്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രത്യാക്രമണത്തിന് മുതിരുക? മുതിർന്നാൽ തന്നെ അതിന് എന്ത് ഒരു ന്യായം അവർക്ക് കണ്ടെത്താൻ സാധിക്കും? അത് പോട്ടെ, ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടത് പാകിസ്ഥാനാണ്. അത് തൽക്കാലത്തേക്ക് വിടാം. അവർ ഏത് തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാലും അതിനെ നേരിടാനും അതിനെ അതിജീവിക്കാനും അതിനെ എതിർത്ത് തോൽപ്പിക്കാനും ഇന്ത്യൻ സേനയ്ക്ക് കഴിവുണ്ട്. ഞാൻ നോക്കിക്കാണുന്നത്, പന്ത് ഇപ്പം അവരുടെ കോർട്ടിലാണ്, അവർ കളിക്കട്ടെ. അവർ തന്നെയാണല്ലോ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ പക്ഷത്തു നിന്ന് ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല, അതിനായിട്ടൊരു അവസരം അവർക്ക് കൊടുത്തിട്ടുമില്ല. ഇനി പാകിസ്ഥാൻ്റെ മണ്ണിലാണ് കളി. അത് എങ്ങനെ പുരോഗമിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. കേണൽ രാജീവ് മണ്ണാലി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രോസ് ബോർഡർ ടെററിസം എത്രത്തോളം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്, ലോകത്തിനാകെ ബോധ്യമുള്ളതാണ്. ഇന്ത്യ പല ആവർത്തി UN ഉൾപ്പെടെയുള്ള ലോകവേദികളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ 2 പ്രധാനപ്പെട്ട സൈനികർ നടത്തിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനം വിശദീകരിച്ചിട്ടുള്ള 2 വനിതാ സൈനികർ, അതിൻ്റെ തെളിവ് സഹിതം ഏതൊക്കെയാണ് എന്ന് തെളിവ് സഹിതമാണ് നമ്മുടെ രാജ്യത്തെ സൈന്യം ഈ ആക്രമണത്തെ ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചത്. അത് പാകിസ്ഥാനുള്ള കൃത്യമായ മറുപടി കൂടിയാണ്. ഇപ്പോൾ തകർത്തിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ടെറർ ഔട്ട്ലെറ്റുകൾ, അത് പാകിസ്ഥാനിൽ വളരെ ആഴത്തിൽ, അവരുടെ സൈന്യത്തിൽ വരെ ഭീകരവാദത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണല്ലോ. ആ ടെറർ ഔട്ട്ലെറ്റുകൾ തകർത്തതോടെ അവിടുത്തെ ടെറർ നെറ്റ്വർക്കിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഏതാണ്ട് 30 വർഷത്തിലധികം സേനയുടെ ഭാഗമായി നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്താം? വളരെ കൃത്യമായ രീതിയിൽ വളരെ ഡാമേജിങ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. അവരുടെ മസൂദ് അസർ തന്നെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി പറയുകയാണ്, തൻ്റെ കുടുംബത്തിൽ നിന്ന് 10 പേർ കൊല്ലപ്പെട്ടുവെന്ന്. ഇതിൽ കൂടുതൽ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ എൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്? ഒന്ന്,
എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ ഒത്താശകളും ചെയ്തിരുന്നത് പാകിസ്ഥാനാണ്. അവരുടെ ആ ഒരു കംപ്ലീറ്റ് പാറ്റേൺ ഓഫ് ടെറർ പാറ്റേണൈസേഷൻ അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. 3 സംഘടനകളെയാണ് ഒരേ സമയം ഇന്ത്യ ഈ ഇന്നത്തെ വെളുപ്പിനത്തെ ആക്രമണത്തിൽ നേരിട്ടിട്ടുള്ളത്, അവരെ ഏതാണ്ട് പ്രവർത്തനരഹിതമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡാമേജ് വളരെ നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. എക്സാക്ട് ഡീറ്റെയിൽസ് വരും ദിനങ്ങളിൽ അറിയാൻ സാധിക്കും. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ കൊലാറ്ററൽ ഡാമേജ് ഇല്ല, സിവിലിയൻസിന് യാതൊരു നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ പോലും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ഈ അടുത്ത കാലത്തെങ്ങും ലോകത്തെവിടെയും നടന്നതായിട്ട് അറിയില്ല. അപ്പോൾ ഇന്ത്യൻ സേന ഒന്ന് കരുത്ത് തെളിയിക്കുക മാത്രമല്ല ചെയ്തത്, പഹൽഗാമിൽ ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായെന്ന് പറയുന്നതിന് ഒരു മറുപടി കൂടിയാണിത്. കൃത്യമായ ഇൻ്റലിജൻസ് സ്ഥിതിവിവര കണക്കുകളില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ പ്രിസൈസ് ഇൻഫർമേഷൻ ഇല്ലാതെ ഇതുപോലൊരു ഓപ്പറേഷൻ അസാധ്യമാണ്. അപ്പോൾ ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ, ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സൈന്യം വളരെ ഭംഗിയായിട്ട് അവരുടെ കൃത്യം നിർവഹിച്ചു. പ്ലാനിങ് ടു എക്സിക്യൂഷൻ ആൻഡ് ഈവൻ പോസ്റ്റ് ആക്ഷൻ. അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് നമ്മുടെ വിഭാഗം എല്ലാ വിധത്തിലുള്ള ഇൻ്റലിജൻസിലും വളരെ കൃത്യമായ ഇൻഫർമേഷനാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു ഇൻഫർമേഷൻ അവിടെ ഇൻ്റലിജൻസ് ആക്ടിവിറ്റി അവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് ഈ ഒരു ഓപ്പറേഷനിൽ കൂടെ ലോകജനതയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേലിനെ പോലെയോ അതിന് ഒരു പടി മേലെയോ വേണ്ട തിരിച്ചടിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസ് സെറ്റപ്പ് വളരെ സുശക്തമാണ്. നമ്മളോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് ആവില്ല. ഈ 3 കാര്യങ്ങളാണ് വളരെ വ്യക്തമായി. തീർച്ചയായും ആ പോയിന്റുകൾ വ്യക്തമാണ്. കേണൽ രാജീവ് മണ്ണാലി, ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ, അത് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, റഫാൽ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി, കരസേനയുടെ ഭാഗമായി, നാവികസേനയുടെ ഭാഗമായി നമുക്കുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഉണ്ട്. അതെല്ലാം തന്നെ വളരെ ഏകോപനത്തോടു കൂടി ഒരു ടെറർ വാനിഷിംഗ് ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. അത് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ നടത്തി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് തെളിയിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചൈന എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്, ചൈനയ്ക്ക് എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ മണ്ണിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാമല്ലോ. ബലൂചിസ്ഥാനിൽ ഉൾപ്പെടെ അവർക്ക് അവരുടെ പ്രകൃതി വിഭവങ്ങളിൽ ഉൾപ്പെടെ കണ്ണുണ്ട്. അങ്ങനെ ചൈനയുടെ പ്രത്യേക താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ഏഷ്യയിലെ വലിയ ശക്തി, ചൈനയ്ക്ക് വെല്ലുവിളിയാകുന്ന ശക്തി എന്ന നിലയിൽ ഇന്ത്യ ദുർബലമായി കാണണമെന്ന അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതാണല്ലോ നമ്മൾ മുൻകാലങ്ങളിലെല്ലാം തന്നെ ഇന്തോ ചൈന ബോർഡറിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ മറ്റു രാജ്യങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡുകൾ ഇതിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാകും? നയതന്ത്ര തലത്തിൽ ലോകരാജ്യങ്ങളുടെ മുഴുവൻ വിശ്വാസം എടുക്കാൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷ രാജ്യങ്ങളുടെ വിശ്വാസം എടുക്കാൻ ഇന്ത്യക്ക് ഈ നീക്കം വളരെ ശാസ്ത്രീയമായി തന്നെ അവതരിപ്പിച്ചതിലൂടെ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ആദ്യം ചൈനയുടെ കാര്യം തന്നെ എടുക്കാം. ചൈന പബ്ലിക്കലി ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ടെററിസത്തിന് എതിരാണെന്നാണ്. എന്താണ് അതിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം തൽക്കാലം മാറ്റിവെച്ചിട്ട് അവർ കുറേയും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ് എന്ന് വെച്ചാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആയി മാറുകയാണെങ്കിൽ ഞങ്ങളതിലില്ല എന്നുള്ളൊരു സമീപനവും ഒരു പ്രഖ്യാപനവും കൂടെയാണ് ചൈന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചൈന പാകിസ്ഥാനെ സഹായിക്കാൻ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സമയത്ത് രംഗത്ത് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല, അവർ വരില്ല. പിന്നെ ചൈന എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിൽ പ്രാവീണ്യമുള്ളൊരു സ്റ്റേറ്റാണ്. അവർ പാകിസ്ഥാന് വേണ്ടി എവിടെയും ഇറങ്ങി പ്രവർത്തിക്കുമെന്നൊന്നും, ഓവേർട്ടായിട്ട് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. അവരങ്ങനെ ഒരു ടെൻഡൻസി ഇതുവരെ കാണിച്ചിട്ടില്ല, നോർത്ത് കൊറിയയിൽ ഒഴിച്ച്. അത് 1953 അതിനുശേഷം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയുമില്ല. പിന്നെ ബാക്കി ലോകരാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാർ, അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചൈനയുടെ കാര്യം പറയുമ്പോൾ ഇതിപ്പോൾ കശ്മീരിനെ ചൊല്ലിയാണല്ലോ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ നിരന്തരമായി ഭീകരാക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പാക് സ്പോൺസേഡ് ടെററിസമാണ്. പാകിസ്ഥാൻ സൈന്യം നേരിട്ടല്ലെങ്കിൽ പോലും അവരുടെ പരിശീലനം ലഭിക്കുന്ന അവരുടെ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇവിടെ നിന്ന് പിടികൂടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കശ്മീർ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിയെ എടുത്തു കഴിഞ്ഞാൽ അക്സായ് ചിൻ എന്ന് പറയുന്ന അവർ അവകാശപ്പെടുന്ന ഒരു പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തോടുള്ള അവർക്കുള്ള താല്പര്യം, അരുണാചൽ പ്രദേശിനോട് അവർക്കുള്ള താല്പര്യം, അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള ഇന്തോ ചൈന പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ഒരു വാറിലേക്ക് അത് പോകാതിരിക്കട്ടെ, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മുതലെടുക്കാനുള്ള, ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ സിറ്റുവേഷനിൽ അതുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇതെല്ലാം ഓരോ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് ചൈന പ്രവർത്തിക്കാൻ സാധ്യത. ചൈന തന്നെ ഇപ്പോൾ ലോകത്തുള്ള മിക്ക രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ചും ഇൻഡോ പസഫിക് കോണ്ടെക്സ്റ്റിൽ അവരേതാണ്ട് ഒറ്റപ്പെട്ട മട്ടിലാണ്. ഇന്ത്യയുമായിട്ട് തന്നെ ഈ അടുത്ത കാലത്ത് അവർ മുൻകൈ എടുത്തിട്ടാണ് ഒരു വിധത്തിൽ രമ്യതയിലെത്താൻ, ഒരു താൽക്കാലിക പീസിന് വേണ്ടിയൊക്കെ അവർ സംസാരിക്കാനും ഒക്കെ മുന്നോട്ട് വന്നത്. അത് ചൈനയുടെ താല്പര്യപ്രകാരം അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു മൂവ്മെൻ്റാണ്. ആ ഒരു താൽക്കാലിക സമാധാനം അത് കളയാൻ അവർ തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ആത്യന്തികമായിട്ട് അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അവരുടെ ഒരു സൂപ്പർ പവർ ആകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലുമാണ് മുഴുകിയിരിക്കുന്നത്. പാകിസ്ഥാനെ അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പിന്നെ കാശ്മീർ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ചൈനയ്ക്ക് ഇതേവരെ ഒരു പ്രശ്നം അവരുടെ ഉയ്ഗർ പ്രൊവിൻസിയയിലുണ്ട്. ഉയ്ഗർ മുസ്ലിങ്ങൾ ടെററിസം അവിടെ വലിയ തോതിൽ അഴിച്ചുവിട്ടിരുന്നു. അതിനെക്കുറിച്ചായിട്ട് വളരെ ശക്തമായ നിലപാടുകളും ചൈന എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഭീകരവാദത്തോട് കൂട്ടുനിൽക്കാൻ അവർക്ക് പ്രത്യക്ഷത്തിൽ സാധിക്കുകയില്ല. അപ്പോൾ ഈ എല്ലാ സിറ്റുവേഷൻസും വെച്ച് നോക്കുമ്പോൾ ചൈന ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് കരുതാൻ നമുക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ അത് ഒരു വിരളമായൊരു സാധ്യതയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാവൂ. ഇതിനപ്പുറം ബാക്കിയുള്ള രാഷ്ട്രങ്ങളെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യ യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ ഇന്ത്യയെ അതിൽ കുറ്റപ്പെടുത്താനാവില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഇന്ത്യ യുദ്ധത്തിന് മുതിരണമോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ആലോചിക്കേണ്ടതാണ്. നമ്മളെന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? നമുക്കും ഈ ചൈനയെ പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വളർച്ചയിലും നമ്മുടെ ഒരു റീജിയണൽ പവറെങ്കിലും ആയി ഈ വരും വർഷങ്ങളിൽ സൂപ്പർ പവർ പൊസിഷനിലേക്ക് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഒരു പാകിസ്ഥാന് വേണ്ടി ഒരു പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ യുദ്ധം ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റും ആ രാജ്യതന്ത്രജ്ഞത കാണിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു പഴുതും പാകിസ്ഥാന് വിട്ടുകൊടുക്കാതെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെല്ലാം നിറവേറുകയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഉറപ്പായും ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന പോലെ ഭീകര ഔട്ട്ലെറ്റുകൾക്കെതിരെയാണ് ഇന്ത്യയുടെ ആക്രമണം. അവിടെ ഒരു സിവിലിയനെ ഇന്ത്യനെ ആക്രമിച്ചിട്ടില്ല. അവിടുത്തെ മിലിറ്ററി മിലിറ്ററി ആക്രമിക്കുമ്പോഴാണല്ലോ അത് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്കൊക്കെ പരിണമിക്കുക. അപ്പോൾ മിലിറ്ററി ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അത് കൃത്യമായി മാർക്ക് ചെയ്ത് കൃത്യമായ സാങ്കേതിക സംവിധാനത്തോടു കൂടി അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ അതിർത്തി കടക്കാതെയാണ് ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയിട്ടുള്ള ടെറർ ഔട്ട് പോസ്റ്റുകൾക്കെതിരെയാണ്. കേഡർ രാജീവ് മണ്ണാലി ഈ 33 വർഷം ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ, റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ആ എക്സ്പീരിയൻസ് വെച്ച് ഇതിപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത് വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം തന്നെ ഇന്ത്യയുടെ 2 വനിതാ സൈനികരാണ്. അതിലൂടെ ഇന്ത്യ ലോകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനെ എങ്ങനെ വിലയിരുത്തും? ഇന്ത്യ ഈ വനിതാ പ്രതിനിധികളെ ഉപയോഗിച്ച് ഒരു പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത്, ഒന്ന്, മിഡിൽ ലെവൽ ഓഫീസേഴ്സിനെയാണ് അവർ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ഫോറിൻ സെക്രട്ടറി ഉണ്ടായിരുന്നു, അതിനിപ്പുറം
ഒരു കേണലും ഒരു ലഫ്റ്റനൻറ്റ് കേണലുമാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ ഇതിന് ഇത്രയേ പ്രാധാന്യമുള്ളൂ. ഞങ്ങളുടെ വലിയ DGMO അതുപോലെയുള്ള ഓപ്പറേഷൻസ് ഹയർ റാങ്ക്സിലുള്ള ഓഫീസേഴ്സ് ഇതിൽ വരേണ്ട കാര്യമില്ല എന്ന് ആദ്യമേ തന്നെ നമ്മൾ കാണിച്ചു. രണ്ടാമത്തത് 2 വനിതകളെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സിറ്റുവേഷൻ. നാരീശക്തി ഒരു അങ്ങേയറ്റം എത്തി നിൽക്കുന്ന സമയമാണെന്നും നമ്മൾ കാണിച്ചു. മൂന്നാമത് ഈ 2 പേരുടെയും പേരുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഒന്ന് സോഫിയ ഖുറേഷി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വനിതയാണവർ. മറ്റേ ആൾ അതും വേറൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തെ എടുത്ത് കാണിക്കുന്ന ഒരു ദൃശ്യം കൂടെയാണ് നമ്മളിന്ന് കാണുകയുണ്ടായത്. ഇതാണ് ഭാരതം, ഇതാണ് ഭാരതസേനയുടെ മൂല്യങ്ങൾ. ഭാരതസേന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഇതാണ്. ഇവിടെ ഈ വർഗീയവാദം ചെലവാകുകയില്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറയാനാണ് നമുക്ക് ഈ ഒരു പത്രസമ്മേളനത്തിൽ കൂടെ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വെളുപ്പിന് 1:30 മണിക്ക് ആണ് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതെന്നാണ് നമുക്കറിയാവുന്നത്. അതിനുശേഷം 10:30 മണിക്കുള്ളിൽ ഈ 2 പ്രതിനിധികളെ കണ്ടുപിടിക്കുകയും അവർക്ക് ബ്രീഫിംഗ് കൊടുക്കുകയും അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തുകയും ചെയ്തതിലുള്ള ആ ഒരു പ്ലാനിങ് അത് നമ്മൾ കണ്ടേ മതിയാവും. ഇതിൽ നമ്മൾ കണ്ട എല്ലാ ആക്ഷൻസിലും ഒരു തീമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ സ്വഭാവ വൈശിഷ്ട്യം അവിടെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ഒരു തെറ്റായിട്ടുള്ള മൂവ്മെൻറ്റും നടത്തിയിട്ടില്ല. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, അതെങ്ങനെ ചെയ്യും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ നോട്ടത്തിലൊരു വളരെ നല്ല ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഒരു പ്രകടനമാണ് നമ്മൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലൊരു പ്രകടനം നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല. പാകിസ്ഥാൻ നിർബന്ധിച്ചാലും അത് ഒഴിവാക്കി വാർ ബൈ അതർ മീൻസ് അതാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. നമുക്ക് അതും കുറച്ചും കൂടെ വിശദമായിട്ട് ഞാൻ പറയാം. അവർക്ക് ബലൂചിസ്ഥാനിൽ പ്രശ്നമുണ്ട്, പാകിസ്ഥാന്. ആ പ്രശ്നം എങ്ങനെ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാം. അതിന് നമ്മൾ സഹായിക്കണം. രണ്ടാമത്തത്, അവരുടെ താലിബാൻ ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ താലിബാൻ പാകിസ്ഥാനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. അതും ഇന്ത്യക്ക് നല്ലതാണ്. അവിടെയും പാകിസ്ഥാൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ളൊരു ശ്രമം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തത്, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ അവിടെയും ഒറ്റപ്പെട്ടതാണെങ്കിലും ഇന്ത്യയിലോട് ചേരണം എന്ന തോതിലുള്ള സ്വരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുകയും വേണം. അതിനാക്കം കൂട്ടാൻ സഹായകമായൊരു സംഗതിയാണ് നമ്മൾ കാശ്മീരിൽ കണ്ടത്. കാശ്മീരി ജനത ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരകൃത്യത്തെ അപലപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാക്കി എല്ലാ വ്യത്യാസങ്ങളും മറന്ന്, രാഷ്ട്രീയം മറന്ന് അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി ഈ ഭീകരകൃത്യത്തെ അപലപിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുവാനിടയായി. ഇതൊക്കെ നമുക്ക് ശക്തി പകരുന്ന സംഗതികളാണ്. പിന്നെ ആർട്ടിക്കിൾ 370 അബ്രഗേഷൻ, അതൊരു ഇഷ്യൂവേ അല്ല കാശ്മീരിൽ എന്നുള്ള മട്ടിലുള്ള സംഗതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ വളരെ സ്ട്രോങ് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് യുദ്ധം ചെയ്യാൻ സമയവുമില്ല, സൗകര്യമില്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ആലോചിക്കേണ്ടത് അതർ ദാൻ വാർ എന്തൊക്കെ മീൻസ് ഉപയോഗിച്ച് പാകിസ്ഥാനെ അവർക്ക് ആവശ്യമാണെങ്കിൽ, അവർക്കൊരു രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നുള്ളതാണ് ചോര ചൊരിയാതെയുള്ള യുദ്ധം. അതാണ് ഇന്ത്യയുടെ നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേണൽ രാജീവ് മണ്ണാലി, ഇതിപ്പോൾ ഇന്ത്യയുടെ ഒരു കരുത്തു തെളിയിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിപ്പോൾ 9 ടെറർ ഔട്ട് പോസ്റ്റുകൾ പേരെണ്ണി പറഞ്ഞ് അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജറിയോട് കൂടിയാണ് ഇന്ത്യൻ സേന ഈ ഓപ്പറേഷൻ വിശദീകരിച്ചത് ലോകത്തിന് മുൻപിൽ ഇന്ന് രാവിലെ 10:30. ഈ 9 ടെറർ ഔട്ട് പോസ്റ്റുകൾ പാകിസ്ഥാനിലുള്ള ആ
ആകെയുള്ള ടെററിസത്തിന് അല്ലെങ്കിൽ ഭീകരതയ്ക്ക്, അവിടുത്തെ സൈന്യത്തിൽ ഉൾപ്പെടെ പിടിമുറുക്കിയിട്ടുള്ള ഭീകരതയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? ഇനിയും ഇതുപോലുള്ള പ്രധാനപ്പെട്ട ടെറർ ഔട്ട് പോസ്റ്റുകൾ സ്വാഭാവികമായും ഇന്ത്യൻ ഇൻ്റലിജൻസിന് അല്ലെങ്കിൽ റോയി എല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്തരം ടെറർ ഔട്ട് പോസ്റ്റുകൾ ഇല്ലാതാക്കുന്നതിലൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഓപ്പറേഷനെ എങ്ങനെ വിശേഷിപ്പിക്കാനാകും? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ 9 ടെറർ ഔട്ട് പോസ്റ്റുകൾ പാകിസ്ഥാന്റെ ടെററിസത്തിന് എത്രത്തോളം വെള്ളവും വളവും കൊടുത്തതായിരുന്നു? ഒന്നാമത് ഈ ടെററിനെ നേരിടുന്ന വിധം നമ്മൾ പലപ്പോഴും ഇസ്രായേൽ അവിടെ അവർ ഫേസ് ചെയ്യുന്ന ടെററിസത്തിനെ എങ്ങനെ അവർ നേരിടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. NDB എയർപോർട്ട് ഓപ്പറേഷൻസ് തുടങ്ങി നമ്മളത് കണ്ടിട്ടുണ്ട്, നമ്മളത് അതിനെ ശ്ലാഘിച്ചിട്ടുണ്ട്. നമ്മൾ സ്വകാര്യമായിട്ടെങ്കിലും നമുക്കെന്തുകൊണ്ട് അതുപോലെ ചെയ്തുകൂടാ എന്നും നമ്മൾ സന്ദേഹിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ട കാഴ്ച, ഞങ്ങളൊക്കെ ഈ ഇസ്രായേലി ഓപ്പറേഷൻസൊക്കെ പഠിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. അതിനേക്കാളും വളരെ അർത്ഥവത്തായ, വളരെ കാര്യക്ഷമമായ ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഇന്ന് കാഴ്ചവെച്ചത്. ഇത് മിലിറ്ററി ഹിസ്റ്ററി സ്റ്റുഡൻസ് ഇത് പഠിക്കും, അവരതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര ഒരു ഡെമോൺസ്ട്രേറ്റീവ് വാല്യൂ ഉള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ന് കാലത്ത് നമ്മൾ കണ്ടത്. അല്ല, അത് മാത്രമല്ല, 71-ന് ശേഷം നമ്മുടെ 3 സേനകളും ഒരേപോലെ അണിനിരന്ന ഒരു ഓപ്പറേഷൻ, അതിനെ എങ്ങനെ വിലയിരുത്തണം? കാരണം ഈ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണല്ലോ ഈ കോർഡിനേഷൻ എല്ലാം നടത്തിയത്. അത് പക്ഷെ നമ്മളൊരു ട്രൈ സർവീസ് ഓപ്പറേഷൻ, ഒരു ഫുൾ ഫ്ലെഡ്ജ് ഓപ്പറേഷൻ നമുക്ക് പറയാനാവില്ല. ഇതൊരു സെലക്റ്റീവ് ഓപ്പറേഷൻ, ഒരു പ്രിസൈസ് ഓപ്പറേഷൻ. അതിൽ നേവി രംഗത്തുണ്ടായിരുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ നേവിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എയർഫോഴ്സും കരസേനയും കൂടിയാണിത് സാധിച്ചിട്ടുള്ളത്. അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ആവശ്യം വരുമ്പോൾ ട്രൈ സർവീസ് എൻഗേജ്മെൻറ്റ് വേണ്ട വിധത്തിൽ ചെയ്യാനുള്ള കഴിവും കൂടെ നമ്മൾ ആർജിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിൽ 62-ലായാലും 65-ലായാലും 71-ൽ പോലും ട്രൈ സർവീസ് എൻഗേജ്മെൻറ്റ് പോരാ എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരു ചെറിയ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും വളരെ കാര്യക്ഷമമായിട്ട് ട്രൈ സർവീസ് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രാവീണ്യം നമ്മൾ നേടിയിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ ഈ ഒരു ഓപ്പറേഷനിൽ കൂടെ കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഉറപ്പായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ട്രൈ സർവീസുകളെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് വ്യോമസേനയ്ക്ക് തന്നെയാണ്. സ്വാഭാവികമായും ഇന്ത്യൻ അതിർത്തിക്ക് ഉള്ളിൽ തന്നെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതാണ് കേണൽ രാജീവ് മണ്ണാലി, ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന് പ്രേക്ഷകർക്കുണ്ടാവുക. ഈ നമ്മളിപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെ വരെയുള്ള ടെറർ ഔട്ട് പോസ്റ്റുകളെ ആക്രമിച്ചു കഴിഞ്ഞല്ലോ. ഈ സുഖോയ്, റഫാൽ, മിഗ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളാണ്, യുദ്ധവിമാനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. മിസൈലുകളുടെയും ബോംബുകളുടെയും പേരുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. വിവിധ ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഇത്ര കൃത്യമായ ആക്യുറസിയോട് കൂടി ആക്രമിക്കാൻ സാധിക്കുക? ഈ കഴിഞ്ഞ നമ്മളൊരു 15 ദിവസം എടുത്തു ഇങ്ങനൊരു പ്രതികരണത്തിന് മുതിരാൻ എന്നൊക്കെയുള്ള ചില ക്രിറ്റിസിസംസ് പല കോണുകളിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നു. അത് മിലിറ്ററി ഓപ്പറേഷൻസെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ആൾക്കാർ പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ 15 ദിവസം ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന്, ഏറ്റവും ഉയർന്ന തലത്തിൽ, അതായത് സർവീസ് ചീഫ്സിൻ്റെ തലത്തിൽ, അണ്ടർ ദ സൂപ്പർവിഷൻ, അണ്ടർ ദ കോർഡിനേഷൻ ഓഫ് ഡിഫൻസ് മിനിസ്റ്റർ ആൻഡ് ഈവൻ ദ പ്രൈം മിനിസ്റ്റർ അത് നടന്നിരുന്നു എന്ന് വേണം കരുതാൻ. എന്നിട്ട് ഒരു ദിവസം, കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി, സേനയ്ക്ക് അവർക്ക് എന്ത് വേണമെങ്കിൽ ഉചിതമെന്ന് തോന്നുന്ന ഓപ്പറേഷൻ സെലക്ട് ചെയ്യാം, അത് ഞങ്ങൾക്ക് സേനയ്ക്ക് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുതന്നെ ആ ട്രൈ സർവീസ് എൻഗേജ്മെൻറ്റിൻ്റെ കോൺഫിഡൻസും അതെങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നുള്ള കോൺഫിഡൻസുമാണ് എടുത്തു കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം,
ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഓപ്പറേഷൻസ് സേനയുടെ മാത്രം അധീനതയിൽ വരുന്ന കാര്യമല്ല. അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ പൂർണ്ണ പിന്തുണയും പൂർണ്ണ സഹകരണവും പൂർണ്ണ നേതൃത്വവും ആവശ്യമുള്ള സംഗതിയാണ്. പക്ഷേ ഈ അനൗൺസ്മെൻറ്റ് വഴി അത് വേറെ 2-3 മെസ്സേജസും കൂടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രതികരണം നമുക്ക് കാണാവുന്നത് ഇന്ന് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് അവിടുത്തെ സേനയാണെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാകാനിടയില്ല. അവിടുത്തെ പോലും പേരിനുള്ള ജനാധിപത്യ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി പറയുകയാണ്, ഞങ്ങൾ സേനയ്ക്ക് എന്തും ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. അവർ നമ്മളെന്ത് ചെയ്തോ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ ജനകീയ ഗവൺമെൻറ് സേനയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറാണ് പതിവ്. മറിച്ച് ഒരു സംഭവം ഇതാദ്യമാണ്. അപ്പോൾ അവിടെയും ചില കാര്യങ്ങൾ നന്നാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അവിടെയും നമുക്കതിനുള്ള ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. ശക്തമായ മറുപടിയാണ് നമ്മുടെ രാജ്യം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനും അവിടുത്തെ സൈനിക ഭരണകൂടത്തിനും നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെയോ ഒരു സാധാരണക്കാരൻ്റെയോ ഒരു പാക് പട്ടാളക്കാരൻ്റെയോ ചോര ചീന്താതെ കൃത്യമായി ഭീകരരെ ലക്ഷ്യമിട്ട് മാത്രം നടത്തിയ ഓപ്പറേഷനിൽ കൊടുംഭീകരൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ 10 പേരടക്കം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. റിട്ടയർഡ് കേണൽ രാജീവ് മണ്ണാലിയാണ് വളരെ വിശദമായ രീതിയിൽ ഇന്ത്യൻ ഓപ്പറേഷൻ്റെ വിവിധ തലങ്ങൾ, അതിൻ്റെ നയതന്ത്ര സാധ്യതകൾ ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ചത്. വളരെ നന്ദി റിട്ടയർഡ് കേണൽ രാജീവ് മണ്ണാലി, ന്യൂസ് പ്ലസിൽ ന്യൂസ് മലയാളത്തിൽ അതിഥിയായി എത്തിയത്. താങ്ക് യു.